ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് നമ്മുടെ ഗൈഡൻസ് മെസ്സേജ് എടുക്കാം ഇന്നത്തെ. ഓക്കെ, ഇന്ന് നിങ്ങളുടെ ദിവസം എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം. ഓക്കെ, ഇന്നത്തെ ദിവസം ഈ റീഡിംഗ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്തായിരിക്കും നമുക്ക് നോക്കാം. ആൻഡ് നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസും. ഓക്കെ, ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും, എന്തായിരിക്കും. ലെറ്റ്സ് സീ. 6 of Pentacles, Page of Swords and 4 of Swords ഉണ്ട്. ഓക്കെ, ഇന്ന് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് വരുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു മെസ്സേജ് ആയിരിക്കാം, ഒരു ഓഫർ ആയിരിക്കാം, ഒരു അവസരം നിങ്ങളുടെ മുമ്പിൽ വരുന്ന രീതിക്ക് കാണുന്നുണ്ട്. ഓക്കെ, ആരെങ്കിലും നിങ്ങൾക്കൊരു മെസ്സേജ് തരുന്നതായിരിക്കാം. ഒരു നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു മെസ്സേജ് ആയിരിക്കാം മേ ബി. ഓക്കെ, അല്ലെങ്കിൽ ഒരു പുതിയ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിരിക്കാം. ഓക്കെ, ഇതിപ്പോൾ അഗൈൻ ആരും ആവാം. ഓക്കെ, ഇത് റിലേഷൻഷിപ്പ് എന്ന രീതിക്കല്ല പറയുന്നത് ഞാൻ. ഒരു പുതിയ പേഴ്സണെ നിങ്ങൾ മീറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയാണ്. ഓക്കെ, ആൻഡ് അവർ നിങ്ങൾക്ക് എന്തെങ്കിലും ചിലപ്പോൾ അവർ ത്രൂ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അവസരം നിങ്ങൾക്ക് മുൻപിൽ വരുന്ന പോലെ തോന്നാം. ആൻഡ് ഇവിടെ ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്കിൻ്റെ കാര്യം കാണുന്നുണ്ട്. സോ 6 of Pentacles ആക്ച്വലി മേ ബി നിങ്ങൾക്ക് മുന്നോട്ട് വരുന്ന കാര്യം ഇന്നത്തെ ദിവസം മേ ബി നിങ്ങൾ ഫൈനാൻഷ്യൽ കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന് ബാലൻസ് ചെയ്യാൻ സാധിക്കും എന്ന രീതിക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മേ ബി അല്ലെങ്കിൽ നിങ്ങളത് ബാലൻസ് ചെയ്യാൻ സാധിക്കാതെ നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടുന്നുണ്ടാവാം. സോ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും എന്ന് തോന്നുന്നുണ്ട്. മേ ബി ഈ കിട്ടുന്ന ഇൻഫർമേഷൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവുന്നതായിരിക്കാം. ഇവിടെ ഒരല്പം നിങ്ങൾ റെസ്റ്റ് എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. സോ മേ ബി ഇവിടെ ഓക്കെ, ഐ തിങ്ക് ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളോട് പറയുന്നത് റിലാക്സ് ചെയ്യാനാണ്. യൂണിവേഴ്സ് പറയുന്നുണ്ട് റിലാക്സ് ചെയ്യൂ. ഓക്കെ, നിങ്ങൾക്ക് അവസരങ്ങൾ വരുന്നുണ്ട് എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾ ഐ തിങ്ക് ഒരുപാട് ഡൗൺ ആയി പോയിട്ടുണ്ടാവാം. ഓക്കെ, നിങ്ങൾക്ക് ഗിവ് അപ്പ് ചെയ്യാൻ തോന്നി കാണാം. ബട്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഗിവ് അപ്പ് ചെയ്യാറായിട്ടില്ല എന്നാണ്. ഓക്കെ, ഇവിടെ ഗിവ് അപ്പ് ചെയ്യാൻ സമയമായിട്ടില്ല. ഇനി മുന്നോട്ട് നിങ്ങൾക്ക് അവസരങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഇത് ഫൈനാൻഷ്യൽ കാര്യങ്ങൾ എനിക്ക് കാണുന്നുണ്ട്. ഫൈനാൻഷ്യലി നിങ്ങൾ എന്തെങ്കിലും സ്ട്രഗിൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്കത് ചിലപ്പോൾ ഇന്ന് പെട്ടെന്ന് ആരെങ്കിലും നിങ്ങൾ കൊടുത്തത് എന്തെങ്കിലും തിരിച്ചു തരാനുള്ളൊരു ഓക്കെ അങ്ങനെയാവാം. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കിട്ടാനുള്ളൊരു സാധ്യതയാണ്. അല്ലെങ്കിൽ ഈവൻ നിങ്ങളൊരു ഹെൽപ്പായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഹെൽപ്പ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്ന രീതി കാണുന്നുണ്ട്. 10 of Pentacles എനർജിയാണ്. സോ ഇവിടെ നിങ്ങൾക്ക് കുറച്ചുകൂടി ഇന്ന് റിലാക്സ്ഡ് ആയിട്ട് ഫീൽ ചെയ്യും എന്ന് പറയാം. ഓക്കെ, നിങ്ങളുടെ ഫൈനാൻഷ്യലി ഇന്ന് കുറച്ചുകൂടി നല്ല ദിവസമായിരിക്കും. കാര്യങ്ങൾ നിങ്ങൾക്ക് നടത്തിയെടുക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും. സോ അതിനുള്ള എന്തെങ്കിലും കിട്ടും നിങ്ങൾക്ക്. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ അച്ചീവ് ചെയ്യുന്നതും ആവാം. ഓക്കെ, നിങ്ങൾ തന്നെ ചിലപ്പോൾ നിങ്ങൾ തന്നെ ഇവിടെ ഒരു എന്തെങ്കിലും ചെയ്ത് നിങ്ങൾ തന്നെ ഏണിംഗ് കൊണ്ടുവരുന്നതുമായിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് വരുന്ന ഓഫർ എടുത്ത് നിങ്ങൾ മുന്നോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടുന്ന രീതിക്കുമാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ഇവിടെ പക്ഷേ നിങ്ങൾ മനസ്സുകൊണ്ട് ഐ തിങ്ക് നിങ്ങൾക്കൊരു ധൈര്യം ഇല്ലാന്ന് തോന്നുന്നുണ്ട് എനിക്ക്. മേ ബി നിങ്ങൾക്ക് മടി തോന്നുന്ന കാര്യമാണ് തോന്നുന്നത്. ആക്ച്വലി ഇതെനിക്ക് മടിയാണ് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് കാര്യങ്ങളുണ്ട് കുറേ ചെയ്യാൻ, പക്ഷേ എവിടെയോ നിങ്ങൾ അതിൽ നിന്നൊക്കെ ഒന്ന് മടിച്ച് മാറി നിൽക്കുന്ന രീതിക്ക് എനിക്ക് തോന്നുന്നുണ്ട്. സോ മേ ബി നമ്മൾ പറയില്ല ചില സമയത്ത് നമുക്ക് ഒരുപാട് സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ ആകുമ്പോൾ ഓക്കെ നമുക്ക് ഒരു മടി തോന്നാൻ തുടങ്ങും. അല്ലെങ്കിൽ നമുക്ക് മാറി നിൽക്കാൻ തോന്നും. ഇല്ല എനിക്ക് ചെയ്യാൻ തോന്നുന്നില്ല എന്ന രീതിക്ക് നിങ്ങളൊരു അവോയ്ഡിങ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഇവിടെ ആ എനർജിയിൽ നിന്ന് നിങ്ങളോട് പുറത്തു വരാനൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാം. യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ മുമ്പിൽ അവസരങ്ങളുണ്ട്, നിങ്ങൾക്കത് നേടിയെടുക്കാനും പറ്റും. ബട്ട് ഐ തിങ്ക് എവിടെയോ നിങ്ങളായിട്ട് സ്വയം അവസരങ്ങൾ നഷ്ടപ്പെടുത്തരുത് എന്നൊരു ഫീലിംഗ് എനിക്ക് വരുന്നുണ്ട്. നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യാൻ സമയമായിട്ടില്ല, നിങ്ങൾക്ക് ഇനിയും ചെയ്യാൻ കാര്യങ്ങളുണ്ട് എന്ന രീതിയിലാണ് കാണുന്നത്. ആൻഡ് നിങ്ങൾക്ക് ചെയ്തതിൻ്റെ നല്ല അച്ചീവ്മെൻറ്റ്സ് നിങ്ങൾക്ക് കിട്ടും ചെയ്യും. നിങ്ങൾക്ക് തോന്നുന്നതില്ല അത് വരില്ല എന്ന രീതിക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം. മെൻ്റലി നിങ്ങളൊരു ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ആ ഒരു ടെൻഷൻ ഉള്ള പോലെ. സോ ഇവിടെ നിങ്ങളൊന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത്. ബട്ട് ഇത് ആക്ച്വലി എന്താണ് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ട് ചെയ്യാൻ മേ ബി. ബട്ട് നിങ്ങളുടെ മേ ബി കുറേ ചെയ്യുന്നത് കൊണ്ട് തളരുന്നതുമായിരിക്കാം. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ ഒന്ന് റെസ്റ്റ് എടുക്കുന്നതിൽ തെറ്റില്ല. ബട്ട് എനിക്കിവിടെ കൂടുതലും എനിക്ക് ഫീൽ ചെയ്യുന്നത് എവിടെയോ നിങ്ങൾ മനസ്സുകൊണ്ട് നിങ്ങളൊന്ന് ഡൗൺ ആയി പോകുന്ന രീതിക്കാണ്. ബട്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അവസരങ്ങളെടുത്ത് മുന്നോട്ട് പോകും എന്നൊരു ഗൈഡൻസ് ആണ് എനിക്ക് വരുന്നത്. നിങ്ങൾ ഒരുപാട് ആലോചിച്ച് കൂട്ടുന്നുണ്ട്, ഒരുപാട് ചിന്തിച്ച് കൂട്ടുന്നുണ്ട്, നിങ്ങൾ സ്ട്രെസ് എടുക്കുന്നുണ്ട്. ബട്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് നല്ലത് വരുന്നുണ്ട് എന്നാണ്.
അതിന് ഇന്നത്തെ ദിവസം നിങ്ങൾ ഈ കാര്യങ്ങളുള്ളത് മാറ്റി വെക്കാതിരിക്കുക. ഓക്കെ, മാറ്റി വെക്കാൻ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, തനിച്ചിരിക്കണം എന്ന് തോന്നുന്നുണ്ടാവും, നിങ്ങൾ മാറ്റി വെക്കണം എന്ന് തോന്നുന്നുണ്ടാവും. ബട്ട് യൂണിവേഴ്സ് പറയുന്നത് ഇല്ല, നിങ്ങൾക്ക് ഇപ്പോൾ ആക്ഷൻ എടുക്കാനുള്ള സമയമാണ്. ഓക്കെ, ആക്ഷൻ എടുക്കാനുള്ള സമയമാണ്, റെസ്റ്റ് എടുക്കാനുള്ള സമയമല്ല. നിങ്ങൾ ഓരോന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കാം. അങ്ങനെ നിങ്ങൾക്കത് കൂടുതലായിട്ട് നിങ്ങൾക്കൊരു ടെൻഷൻ തോന്നുന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങളുണ്ടാവും ചിലപ്പോൾ. അപ്പോൾ കുറേ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ മാറി നിൽക്കാനാണ് നിങ്ങളുടെ മനസ്സ് പറയുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യരുത്. ഓക്കെ, നിങ്ങളോട് പറയുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ ഒരു കാര്യമായിട്ട് എടുത്ത് ചെയ്യാം. ഓക്കെ, അത് ഫിനിഷ് ചെയ്ത ശേഷം അടുത്തത് ചെയ്യുക. സോ അങ്ങനെ ഒന്ന് ഓർഗനൈസ്ഡ് ആവാൻ ശ്രമിക്കുക നിങ്ങൾ. അല്ലാതെ മാറി നിന്നിട്ട് ഇവിടെ കുറച്ച് ഗൈഡൻസ് കൂടി എടുക്കാം. നിങ്ങൾ യൂണിവേഴ്സ് എന്താ പറയുന്നത് നിങ്ങളോട്? ഇന്നത്തെ ദിവസത്തേക്കുള്ള ഗൈഡൻസ് ഡിസിപ്പേറ്റിംഗ്, ഓക്കെ, ഡെസ്റ്റിനി, ഗ്രീഫ്, ഐസൊലേഷൻ, സെയിം കാർഡാണ് വരുന്നത്. ഓക്കെ, പെർസിവിയറൻസ്, യെസ്. സി ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളോട്, നിങ്ങൾക്ക് ഐ തിങ്ക് ടെൻഷൻസ്, വിഷമങ്ങളെ കാര്യങ്ങളെല്ലാം ഓക്കെ മാറി വരും എന്ന രീതിക്കാണ്. എല്ലാം കുറഞ്ഞു വരാൻ തുടങ്ങും നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, പക്ഷെ അത് ഒറ്റയടിക്ക് ആവില്ല. ഓക്കെ, അതിന് നിങ്ങൾ ആക്ച്വലി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ യൂണിവേഴ്സിൻ്റെ മുമ്പിൽ സറണ്ടർ ചെയ്യുക എന്ന രീതിക്കാണ്. ആക്ച്വലി എവിടെയോ കർമ്മയുടെ കാര്യം, നിങ്ങളെ കർമ്മ കുറേ തീരുന്ന രീതിക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബ്ലെസ്സിങ് നിങ്ങൾക്കുള്ളതായിട്ടാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾക്ക് നല്ല ഒരു ഡെസ്റ്റിനി ഉണ്ട് എന്നാണ്. ഓക്കെ, നിങ്ങൾക്ക് ബ്ലെസ്സിങ് എപ്പോഴും ഉണ്ട് നിങ്ങൾക്ക് ഇവിടെ. പക്ഷെ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഐ തിങ്ക് ഈ ഒരു അഗൈൻ നിങ്ങൾക്ക് എന്തോ ഒരു വിഷമം നിങ്ങളുടെ ഉള്ളിലുണ്ട്. നിങ്ങൾ എന്തോ ഒരു കാര്യത്തിൻ്റെ വിഷമം നിങ്ങൾ കൊണ്ട് നടക്കുന്നുണ്ട്, ഒരു സ്ട്രെസ്സ് കൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിക്കും നിങ്ങളുടെ മുമ്പിലുള്ള ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. ഓക്കെ, നിങ്ങൾ തനിച്ചിരിക്കാൻ, അഗൈൻ സെയിം കാർഡ്സാണ് വരുന്നുണ്ടോ, നിങ്ങൾ തനിച്ചിരിക്കാൻ ശ്രമിക്കുകയാണ്. ഹെർമിറ്റിൻ്റെ കാർഡാണ്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ട്. ശരിക്കും നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മാറി വരുന്ന സമയമാണ്. ബട്ട് നിങ്ങളിപ്പോഴും ആ ഒരു പാസ്റ്റിനെ പിടിച്ചിരിക്കുന്ന പോലെയാണ്, പാസ്റ്റിൻ്റെ കാര്യങ്ങളെ ഓർത്തിരിക്കുന്ന പോലെയാണ്, തനിച്ചിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്ന പോലെയാണ്. മനസ്സുകൊണ്ട് നിങ്ങൾ ഒരുപാട് ഡൗൺ ആവുന്ന ഒരു എനർജിയാണ് എനിക്ക് കാണുന്നത്. ബട്ട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് നല്ല ഡെസ്റ്റിനിയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. നിങ്ങളുടെ പ്രോബ്ലംസ് മാറാനുള്ള അവസരങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യമുള്ളൂ, പെർസിവിയറൻസ്. നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യാൻ സമയമായിട്ടില്ല. ഓക്കെ, നിങ്ങൾ തളരുന്നു എന്ന് തോന്നുമ്പോഴും നിങ്ങളെ തന്നെ വീണ്ടും നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ തന്നെ വീണ്ടും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്ന രീതിക്കാണ് നിങ്ങളോട് പറയുന്നത്. ഇപ്പോൾ ഗിവ് അപ്പ് ചെയ്യേണ്ട സമയമല്ല, തളരേണ്ട സമയമല്ല. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കൂടുതൽ എഫേർട്ട് ഇടേണ്ട സമയമാണ്. അവനവനെ നിങ്ങൾക്ക് ആ ഒരു വിഷമത്തിൽ നിങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുക. പാസ്റ്റിൽ യെസ് ചില കാര്യങ്ങൾ സംഭവിച്ചു കാണും. ഓക്കെ, നമ്മൾ വിഷമങ്ങൾ ഉണ്ടാക്കി കാണും. അതുകൊണ്ട് തന്നെ ബട്ട് ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. ബട്ട് യൂണിവേഴ്സ് പറയുന്നത് ഇപ്പോൾ ഗിവ് അപ്പ് ചെയ്യേണ്ട സമയമല്ല. ഓക്കെ, പെർസിവിയറൻസിൻ്റെ സമയമാണ്. വീണ്ടും ശ്രമിക്കാനുള്ള ഒരു മനക്കരുത്ത് നിങ്ങൾ കൊണ്ടുവരിക. എന്തെങ്കിലും നിങ്ങൾക്ക് വിഷമങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഐ തിങ്ക് ഇതൊരു ഡോഗിനെ പിടിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, നമ്മൾ വളരെ ക്ലോസ് ആയിട്ടുള്ള ആരെങ്കിലും ചിലപ്പോൾ ഡെത്ത് അങ്ങനത്തെ നിങ്ങളുടെ ഫാമിലിയിൽ എന്തെങ്കിലും അങ്ങനത്തെ ഇഷ്യൂസ് അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ വിഷമിപ്പിക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ മുൻപ് പാസ്റ്റിൽ നടന്ന എന്തെങ്കിലും സംഭവങ്ങൾ നിങ്ങൾക്ക് ഇപ്പോഴും വേദനയായിട്ട് നിങ്ങളുടെ മനസ്സിൽ കിടക്കുകയാണ്. ബട്ട് അത് നിങ്ങളെ മുന്നോട്ട് പോകുന്നതില്ല, നിങ്ങളുടെ ഗ്രോത്തിൽ നിങ്ങളെ തടയാണ്. ഓക്കെ, നിങ്ങൾക്ക് ശരിക്കും നല്ലൊരു ഡെസ്റ്റിനി ഉണ്ട്. യൂണിവേഴ്സ് നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് ദൈവം. യൂണിവേഴ്സായിട്ട് നിങ്ങളുടെ വിഷമങ്ങളെയൊക്കെ മെല്ലെ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആക്ച്വലി ഇവിടെ കർമ്മ എന്ന് പറയുക, ആക്ച്വലി 6 ഓഫ് പെൻറ്റിക്കിൾസ് പറയുന്ന നിങ്ങൾ ചെയ്തതിൻ്റെയൊക്കെ റിസൾട്ട് നിങ്ങൾക്ക് തരാൻ യൂണിവേഴ്സ് തയ്യാറാണിപ്പോൾ. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങൾക്കെല്ലാം തരാൻ തയ്യാറാണ്. ബട്ട് നിങ്ങൾ മനസ്സുകൊണ്ട് നിങ്ങൾ തയ്യാറാവണം. ദറ്റ് ഓക്കെ ഞാൻ ശ്രമിക്കാൻ തയ്യാറാണ് എന്ന രീതിക്ക് നിങ്ങൾ വരണം. അപ്പോഴേ യൂണിവേഴ്സും അതിൻ്റെ ഒപ്പം എത്തുള്ളൂ. ഓക്കെ, സോ നിങ്ങൾക്കുള്ള ബ്ലെസ്സിങ് ഇവിടെ തീർച്ചയായിട്ടും ഉണ്ട്. മനസ്സ് തളരാൻ വിടരുത്. ഇപ്പം അങ്ങനത്തെ സമയമല്ല, നിങ്ങളിപ്പോൾ എഫേർട്ട് എടുക്കേണ്ട സമയമാണ്. അവനവനെ നിങ്ങളൊന്ന് മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരാം. വിഷമങ്ങളിൽ നിന്ന് പുറത്തു വരാൻ മാക്സിമം നിങ്ങൾ തന്നെ ശ്രമിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ആരുടെയും ഹെൽപ്പ് എടുക്കണമെങ്കിൽ എടുക്കുക, കൗൺസിലിങ്ങോ കാര്യങ്ങളോ ഒക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഓക്കെ, ഗിവ് അപ്പ് ചെയ്യരുത്, കീപ് ഗോയിങ് എന്നാണ് പറയുന്നത്. ഇന്നത്തെ മെസ്സേജ് അതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.